ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരുള്ള പാണൻകുഴി ഹരിത ബയോ പാർക്ക് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ഇത് കണ്ടോ, ഹരിത ബയോ പാർക്കിന്റെ ബോർഡ് നമുക്ക് അവിടെ കാണാം. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ഞാൻ നമ്മുടെ ഹരിത ബയോ പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് 2 റൂട്ട് നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാം. പെരുമ്പാവൂർ അങ്കമാലി റൂട്ടിൽ വല്ലം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് പോരാം. അതല്ലെങ്കിൽ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ കുറുപ്പുംപടിയിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാം. അല്ല, പാണിയേലി പോര് വരുന്ന റൂട്ട് വരികയാണെങ്കിൽ നമുക്ക് പാണൻകുഴി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ ഒരു ബയോ പാർക്ക്. എന്തായാലും നമുക്ക് അകത്ത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ നമ്മളിത് ബയോ പാർക്ക് കാണാൻ വേണ്ടി നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. മുതിർന്നവർക്ക് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് 40 രൂപയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കുറച്ച് ഫിഷുകളൊക്കെയുള്ള ഏരിയയിലാണ്. കുറേ ടാങ്കുകളിൽ ഫിഷുകൾ, കുറേ വെറൈറ്റി ഫിഷുകൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ കൂട്ടിൽ മൊത്തം ഗിനിപ്പന്നികളാട്ടോ. അവർ ഫുഡ് കഴിക്കണതിൻ്റെ തിരക്കിലാണ്. ഇവിടെ രണ്ടെണ്ണത് കല്ലിൻ്റെ മുറയിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ. പിന്നെ ആ പാത്രത്തിൽ നോക്കിയ ഫുഡ് കഴിക്കുന്നതിൽ ഒരു കുഞ്ഞു ഗിനിപ്പന്നീനെ കണ്ടോ. പിന്നെ ഇത് ഓരോ ഗർഭിണിയാന്ന് തോന്നുന്നു. നോക്കി, ആ അരികത്തിരിക്കുന്നുണ്ടോ. ഈ ടാങ്കിലുള്ളത് ജയന്റ് ഗൗരവമാണ്. ഇത് വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ആഷ് കളർ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളത് ആഷ് കളറാണ്. അത്യാവശ്യം ആളുകളൊക്കെ ആയിട്ട് കൂടുതൽ ഇണങ്ങുന്ന ഒരു മീനാട്ടെ ഇത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ പച്ചിലകളൊക്കെ കഴിക്കുന്ന ഒരു മീനാണിത്. ആള് ഒറ്റയ്ക്ക് ഉള്ളൂട്ടോ, തനിയാട്ടോ കിടപ്പ്. നമ്മുടെ ഈ കൂട്ടിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഉറക്കാട്ടോ. വെയിലാണ്, അത് ഉച്ച സമയമായതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിച്ച് നല്ല ഉറക്കാണ്. വെള്ള എലികളാണ് കണ്ടോ, എല്ലാവരും കൂടി കിടക്കുന്ന നോക്കട്ടെ. പിന്നെ ഇത് ഈ കുടത്തിൽ നോക്കി, കുടത്തിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് എലിക്കുട്ടി കിടക്കണുണ്ടോ. ഇതൊക്കെ ചുരുട്ടിവിടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ ഒരു കുഞ്ഞെലി കണ്ടോ. ഒരു കുഞ്ഞെലി മാത്രമേ കണ്ണൂർന്നിരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും തന്നെ നല്ല ഉറക്കത്തിലാണ്. അവിടെ കുറേ 5-6 കുട്ടികളുണ്ട് കേട്ടോ. അതൊക്കെ ഒരുമിച്ച് കൂട്ടം കൂടി ഇരിക്കുകയാണ്. ഇതിലും ശരിക്കും എലികൾ തന്നെയാട്ടോ ഉള്ളത്. അത് ഡബിൾ ഷെയ്ഡ് കളറുണ്ട്, ബ്ലാക്കും വൈറ്റും, അതുപോലെ തന്നെ ഒരു ചാര കളർ വൈറ്റ്, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള എലികളാട്ടോ ഇതിൻ്റെ അകത്തുള്ള. ഒരാൾ കുടത്തിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. പിന്നെ താഴെ കുറേ ഷെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് നമുക്ക് പോയി കാണാം. ഇവിടെ ഓരോ ആരോ മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് ഇങ്ങനെ താഴത്തോട്ട് കണ്ടുകൊണ്ട് വരുന്നത്. ഞങ്ങൾ ഏകദേശം 2012 വെള്ളപ്പൊക്കം ഇല്ല, അതിന് മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ഇപ്പോഴാട്ടോ ഇങ്ങോട്ട് വരുന്നേ. ഈ കൂട്ടിലിതേ ഇവിടെയൊക്കെ മുയലിൻ്റെ കൂടുതലാട്ടോ. വലിയൊരു മുയൽക്കുട്ടി കിടന്ന് ഉറങ്ങുക കേട്ടോ, മുയൽക്കുട്ടി. പിന്നെ ഇവിടെയും കുറച്ച് മുയലുകൾ തന്നെയുണ്ട്. വെള്ള കളറും ചാര കളറും മുയലുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ ഇതുണ്ട് ചോളവും അതുപോലെ തന്നെ പെല്ലറ്റൊക്കെ ആയിട്ട് ഇത് കഴിക്കുന്നത്. അതേപോലെ നന്നായിട്ട് ഫുഡ് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഈ സെക്ഷനിൽ കുറച്ച് അക്വേറിയത്തിലെ മീനുകൾ ഇട്ടിട്ടുണ്ട്, നമുക്ക് അത് കാണാം. ഇത് അരോണ, നമ്മുടെ അരോണ ഫിഷിൻ്റെ വായ ഉണ്ടല്ലോ. ചെറിയ ഈ പ്രാണികളൊക്കെ മുകളിൽ നിന്ന് വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ടൈപ്പ് വായാട്ടത് ഉണ്ടോ. ശരിക്കും നമുക്ക് കാണുമ്പോൾ ഇതിനെ കമത്തിയിട്ട മാതിരി ഇരിക്കും, അല്ല മലത്തിയിട്ട മാതിരി ഇരിക്കില്ലേ നോക്കി. അതിൻ്റെ വായുടെ ഭാഗമൊക്കെ കാണുമ്പോൾ. ടാങ്കിലാണെങ്കിൽ വൈറ്റ് നട്ടറുണ്ട്, അതുപോലെ തന്നെ റെഡായും കുറച്ച് മീനുകളൊക്കെ ഇവിടെ ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പുറത്ത് പോയി ബാക്കിയുള്ള ടാങ്കുകളിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് പോയി കാണാം. ഇവിടെ കുറച്ച് തൊപ്പിക്കോഴികളുണ്ട്. ഇതൊക്കെ ബ്ലാക്കും വൈറ്റും തൊപ്പിക്കോഴികൾ. രാക്ഷസ മത്സ്യാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അരാപ്പായ്മേനെയാണ്. അതാണ് അരാപ്പായ്മയുടെ ടാങ്ക്. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമായ അരാപ്പായ്മയുടെ ഫിഷ് ടാങ്കിന്റെ തൊട്ടടുത്താണ്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മൊബൈൽ ഫോണോ കൈകളോ മത്സ്യത്തിന്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. അതെന്താണ് കാരണം എന്ന് നമ്മളിപ്പോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു അരാപ്പായ്മയ്ക്ക് ഏകദേശം 8 വയസ്സാണ് പ്രായമുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ കൈ താഴത്തോട്ട് ഇടാൻ, അതുപോലെ തന്നെ മൊബൈലൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് നമ്മൾ താഴത്തോട്ട് കാണിക്കാനൊന്നും പാടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അത് അടിച്ചും നമ്മുടെ വീഡിയോ നമ്മൾ കണ്ടില്ലേ, അതുപോലെ തന്നെ നല്ല നമ്മളെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കണം. ശരിക്കും പറഞ്ഞാൽ
നല്ല അടിപൊളി സംഭവമല്ല എന്താണേലും. ആ കൊടുക്കട്ടെ കൊടുത്തോ. അപ്പൊ നമ്മളിന്റെ ആലാപ്പയ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്ട. നമ്മുടെ അയലയാണ്. കൊടുക്കട്ടെ. സത്യം പറഞ്ഞ പേടിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബയോ പാർക്കിലോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് ആ കാണുന്നത്. പോരുന്ന വഴിക്ക് കുറേ ടാങ്കുകളിൽ ഫിഷും അതുപോലെ തന്നെ ഗിനിപ്പന്നികളും മുയലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് വഴി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇത് ഈ കൂട്ടിലിതേ 3 വൈറ്റ് കാടക്കോഴികൾ ഇരിപ്പുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഭൂമിയിലെ ഏറ്റവും വലിയ 2ാമത്തെ പക്ഷേ എന്നതിൻ്റെ അടുത്താണ്. മണിക്കൂറിൽ 70 കിലോമീറ്റർ സ്പീഡിൽ ഇതിന് ഓടാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. അപ്പൊ ഭൂമിയിലെ ഏറ്റവും വലിയ പക്ഷിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒട്ടകപ്പക്ഷി. പക്ഷെ ഇത് 2ാമത്തെ പക്ഷിയാണ്. അതിന്റെ കാലുകളൊക്കെ നോക്കി ശരിക്കും പറഞ്ഞാൽ ഡൈനോസറിന്റെ ആ ഒരു കാലിന്റെ മാതിരിയൊക്കെ തോന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ യമുന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജുറാസിക് യുഗത്തിലെ ഏതോ ഒരു പക്ഷിയുടെ മാതിരിയൊക്കെ തോന്നി. എന്റെ ഫേസ് ഒക്കെ നോക്കിയാൽ ശരിക്കും പറഞ്ഞപ്പോൾ എനിക്ക് കണ്ടിട്ട് പേടി തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇത് നമ്മുടെ പൊന്നാരി വീരൻ ചീരയാട്ടോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇലയും പൂവും ഒക്കെ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ ഇത് മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചീരയാണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ തയ്യോ അതുപോലെ തന്നെ നമുക്ക് വിത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നമുക്ക് ചോദിച്ച് നോക്കാം. ഈ ഒരു രീതിയിൽ മൊത്തം ചീരയാണ്. നല്ല നീളൻ ഇലയിൽ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. കണ്ടോ, നല്ല നീളൻ ഇല. ഇത് കണ്ടോ, ഇത് സിൽവർ ഫെസറ്റ് എന്നാട്ടോ ഇതിൻ്റെ പേര്. ഏകദേശം ജോഡിക്ക് 20,000 രൂപ വിലയുണ്ട് ഇതിന്. ഒരു 3-4 ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഈ കുഴികളിലൊക്കെ അത് തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ പൂ കാണാൻ നല്ല ചുവന്ന കളറല്ല, നല്ല ഭംഗിയുണ്ടല്ലോ. അതിൻ്റെ നല്ല റെഡ് കളറ്, ചില്ലി റെഡ് എന്നൊക്കെ പറയാം ആ കളർ അതിൻ്റെ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആയിട്ടുള്ളൊരു കളറാട്ടോ അതിൻ്റെ. അത് നോക്കിയിരിക്കുക, എന്തോ തീറ്റ കൊടുക്കുന്നതായിരുന്നു നോക്കിയിരിക്കുന്നത്. അയ്യോ കൊത്തുന്നോ. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള അലങ്കാര കോഴികളും അലങ്കാര പക്ഷികളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. കോഴികളൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇറ്റാലിയൻ ബാൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല വെള്ള കളറിലുള്ളതാണ്. നമ്മുടെ പൂവൻകോഴി ഇല്ലേ, അതിൻ്റെ തന്നെ കാലിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ നോക്കി ഒരു സുന്ദരി കുട്ടീനെ കണ്ടോ, ഗോൾഡൻ ഫെസന്റ് കണ്ടോ, ഗോൾഡൻ ഫെസന്റ്. എന്ത് കളർഫുൾ അതിനെ കാണാൻ വേണ്ടി, എല്ലാ കളറും മിക്സ് ആയിട്ടുള്ള ഒരു കിളിയിലെ. പിന്നെ നമ്മുടെ ഈ കൂട്ടിലുള്ളത് കടകനാഥെന്നാട്ടോ ഇതിൻ്റെ പേര്. നമ്മൾ ശരിക്കും മലയാളത്തിൽ പറയില്ലേ കരിങ്കോഴി എന്നൊക്കെ പറയില്ലേ, കാല് മുതൽ തല വരെ കറുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 കോഴികൾ അങ്ങനെ കിടപ്പുണ്ട്. സിൽവർ ലേസ്, അതിൻ്റെ നമ്മുടെ വാല് കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് ഈ കോഴികൾ നോക്കിയേ, ഒറ്റ കോഴിക്ക് വാലില്ല കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് വാലില്ലാത്ത കോഴിയാണെന്ന് അറിയില്ല കേട്ടോ. അതിന് കൊത്തുകൂടി അങ്ങനെ കളഞ്ഞാണോ നമുക്ക് അറിയില്ല. പക്ഷെ ഒന്നിന് വാല് കാണാനില്ല. ഇതേ ഒരു കോഴി നോക്കിയേ, എന്ത് ഭംഗിയല്ല. അതിൻ്റെ അങ്കവാല് ഇങ്ങനെ നീണ്ട് കിടക്കണ നോക്കിയാൽ നമ്മുടെ പെണ്ണുങ്ങളുടെ മുടിയൊക്കെ നീണ്ട് കിടക്കില്ല, അതുപോലെ നല്ല ഭംഗിയിലായിട്ട് അങ്കവാല് കിടക്കണേ. നിങ്ങൾ എമ്മൂൻ്റെ മുട്ട ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരട്ടെ. ഇതുണ്ടോ, ഇവിടെ കുറേ ഒരു 5 മുട്ട എമ്മൂൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കേട്ടോ. നമ്മുടെ സാധാ കോഴിമുട്ടയില്ലേ, അതൊരു 5-6 കോഴിമുട്ടയുടെ വലിപ്പമുണ്ട് ഒരു എമ്മൂൻ്റെ മുട്ടയ്ക്ക്. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിലുള്ളത് കുറേ പഴച്ചെടികൾ ഉണ്ട്. ഇത് ഉണ്ട്, റംബൂട്ടാനൊക്കെ ഇത് മൂത്ത് തുടങ്ങുന്നേ ഉള്ളൂ. കുറേ ഇങ്ങനെ കാച്ചു കിടപ്പുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ ഈ ഒരു ഏരിയ. നമ്മുടെ ഈ ഒരു ഏരിയയിൽ മൊത്തം മാങ്കോസ്റ്റീൻ്റെ ചെടികളാട്ടോ. മാങ്കോസ്റ്റീനൊക്കെ ഇത് കുറേ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട്. അത് മൂത്തിട്ടൊന്നുമില്ല കണ്ടോ. ഇതൊക്കെ ഇതുണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാട്ടോ ഇത്. ഇവിടെ ഉണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ടായി കിടപ്പുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടോ. ഇത് മുകളിലും ഒരു കായുണ്ട്. 1, 2, 3 കായുണ്ട് കേട്ടോ ഈ ചെടിയിൽ. ഇതൊക്കെ ഈ ഒരു ഫ്രൂട്ട് കണ്ടോ, അത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ പേര് ബറാമ്പ എന്നാണ് പേര്. ചെറിയൊരു പഴമാണ്, മഞ്ഞ കളറിലുള്ളത്. കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ താഴത്തോട്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് താഴെന്ന് വെച്ചാൽ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അത് പോയി കണ്ടാലോ.
എൻ്റെ രണ്ട് സൈഡിൽ ബുദ്ധപാമ്പാണ് നിൽക്കുന്നത്. അപ്പം നല്ല ചൂടുകാലത്തൊക്കെ നല്ല കുളിർമയായിട്ട് ഇങ്ങനെ നടന്നു പോകാൻ പറ്റിയൊരു സ്ഥലമാട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്തായിട്ടാണ്. ഇത് താഴെ ചിൽഡ്രൻസ് പാർക്ക് കാണാം. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. നല്ല ഭംഗിയുണ്ടല്ലോ നിൽക്കണേ. അപ്പം നമ്മളിത് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയിരിക്കട്ടെ. ചെറിയൊരു മിനി പാർക്കാണ്. അപ്പോൾ അത് അവധിക്കാലമാണ്, പക്ഷേ എന്നാലും ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. ഏകദേശം ഉച്ച കഴിയുമ്പോഴായിരിക്കും നല്ല തിരക്കുണ്ടാവുക. എന്നാലും ഇതേ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാട്ടോ. കുറേ സംഭവങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുണ്ട്. ഇതുണ്ടത് ഇവിടെ ഒരു വലിയ വല കെട്ടിയിരിക്കുന്നുണ്ട്. അപ്പം കൊച്ചു കുട്ടികളൊക്കെയാണെങ്കിൽ അവർക്ക് അങ്ങ് ദൂരം വരെ നമുക്ക് കയറി പോകാം കേട്ടോ. പക്ഷേ ഇപ്പോൾ കുട്ടികളാരും ഇല്ലാണ്ട് ഈ വീഡിയോ എടുത്ത് കാണിച്ചു തരായിരുന്നു. ഇത് അങ്ങ് ദൂരം വരെയുണ്ട് ഈ വല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ തിരക്ക് കുറവാട്ടോ. ഉച്ച സമയമല്ലേ, പിന്നെ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും ആളുകളൊക്കെ വരിക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാണിയേലിപ്പോര് വരുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം കേട്ടോ, പാണൻകുഴി ഹരിത ബയോ പാർക്ക്. അപ്പോൾ നമ്മൾ പാണിയേലിപ്പോര് വരികയാണെങ്കിൽ എളുപ്പത്തിൽ എത്താൻ പറ്റിയൊരു സ്ഥലമായിട്ട് പാണൻകുഴിയിലെ ഹരിത ബയോ പാർക്ക്. അതുപോലെ തന്നെ അഭയാരണ്യം, കപ്രിക്കട, നമ്മുടെ ആനക്കൂടൊക്കെ ഇല്ല, അതൊക്കെ ഈ ഒരു സ്ഥലത്തിന് അടുത്ത് തന്നെയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാണിയേലിപ്പോര് വരുമ്പോൾ തന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ കവറേജ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. എന്തായാലും ഇവിടെ വന്നാൽ നഷ്ടമൊന്നും ആവില്ല കേട്ടോ. മുതിർന്നവർക്ക് 60 രൂപയാണ് ചാർജ്. എന്നാലും ഒരു നഷ്ടവും ഇല്ല. അടിപൊളി സ്ഥലമാണ്. നല്ല മരം കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി ഇനിയിപ്പോൾ അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടി നമുക്ക് കാണുന്നുണ്ട്. അതുകൂടി നമുക്ക് പോയി കാണാം. അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു മീൻകുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഇതേ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. മീൻകുളത്തിലാണെങ്കിൽ കുറേ സിലോപ്പിയ മീനുകളൊക്കെ ഇതേ ഓടി വരുന്നുണ്ട്. നമ്മൾ വന്നുകൊണ്ടപ്പോൾ ചിലപ്പോൾ തീറ്റ കൊടുക്കാനൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞായിരിക്കും അവർ വരുന്നത്. കണ്ടോ, കുറേ മീനുകളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൊന്ന് കയറിയാലോ. നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറിയിരിക്കട്ടോ. അപ്പോൾ കുറേ മീനുകൾ നമ്മൾ തീറ്റ കൊടുക്കാൻ കരുതി നമ്മുടെ അടുത്തോട്ട് കുറേ മീനുകൾ വന്നിട്ടുണ്ട്. കുറേ സിലോപ്പി മീനുകളാണ് തോന്നുന്നു കൂടുതലും. എന്ത് മീനുകളാണ് ഇത്! അവിടെ ഇത് 2 വലിയ മീനുകൾ കണ്ടോ. അപ്പോൾ ഇത് ഇവിടെ വേറൊരു മീനുകളാട്ടോ. ഇതിലും കുറേ മീനുകളുണ്ട്. പേരയ്ക്ക ഉണ്ടോ, നീല പേരയ്ക്ക. ഒരു പേരയ്ക്ക കണ്ടു അതിൻ്റെ അകത്ത്. മൊത്തം നീലയാട്ടോ. ഇതിൻ്റെ ചെടിക്കും ശരിക്കും പറഞ്ഞാൽ ഇലക്കൊക്കെ ഒരു നീല കളർ വരുന്നുണ്ട്. പാണൻകുഴി ഹരിത ബയോ പാർക്കിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ടാറ്റാ.